സമഗ്ര ശിക്ഷ കേരള സ്റ്റാർ പദ്ധതി പ്രകാരം കൃഷ്ണപുരം GVHSS സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. സെന്റർ പ്രവേശനോത്സവ ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു പ്രതിഭ MLA നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർ പദ്ധതി പ്രകാരം കൃഷ്ണപുരം GVHSS സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളെ അവരവരുടെ അഭിരുചിക്കും നൈപുണ്യത്തിനും അനുസൃതമായി തൊഴിൽ മേഖലകളിലേക്ക് തിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്ര ശിക്ഷ കേരള കായംകുളം BRCയുടെ നേതൃത്വത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിച്ചത്. സെന്ററിലെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു പ്രതിഭ MLA നിർവഹിച്ചു. എല്ലാവർക്കും ആശയമുണ്ട്, എല്ലാവർക്കും കഴിവുമുള്ളൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപാരമായിട്ട് നമ്മൾ സാറിന് മെന്റലി റിട്ടാർഡ് കുട്ടികളെ കണ്ടു, ശേഷിയുള്ള കുട്ടികൾക്ക് അവർ ഡിഫറെന്റ് ഏബിൾഡാണ്. ആ കുട്ടികൾ എല്ലാവർക്കും ടാലന്റ് ഒരു കാലത്താണ്, പക്ഷെ എക്സ്പ്ലോർ ചെയ്യാൻ കുട്ടികൾക്ക് അറിയില്ല. എന്നെ സംബന്ധിച്ചൊരു സന്തോഷം, ലക്ഷക്കണക്കിന് രൂപ മുടക്കി പഠിക്കുന്ന കുട്ടികൾ ബാംഗ്ലൂരാണ്. നമുക്ക് സ്വാതന്ത്ര്യം, അച്ഛനമ്മമാരിൽ നിന്നൊരു മോചനം അല്ലേ, നമ്മളെപ്പോഴും തല്ലി പഠിപ്പിക്കുന്നു തോന്നലിൽ മാറി നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം പറക്കാൻ പോവാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിന്ദു മിനിസ്റ്റർ വിളിച്ചു. അപ്പോൾ ബിന്ദു മിനിസ്റ്ററിന്റെ മീറ്റിംഗ് ഞാൻ തുടർച്ചയായിട്ട് ബിന്ദു മിനിസ്റ്റർ മെസ്സേജ്, ബിന്ദു മിനിസ്റ്റർ നമ്മുടെ മക്കള് ഒരു വർഷം എത്ര പേര് ബാംഗ്ലൂർ എത്ര ലക്ഷം രൂപ മുടക്കി പഠിക്കുന്നു എന്നൊരു കണക്ക് നമ്മൾ എടുക്കാൻ ഞെട്ടിപ്പോകും. 35-40 ലക്ഷമാണ് ഈ സ്വകാര്യ കോളേജുകളിൽ കൊണ്ട് കൊടുക്കുന്നത്, സീനിയേഴ്സിന് അടക്കം. അതിനുശേഷം ഞങ്ങൾക്ക് വരുന്ന കോഴ്സ് അമ്മമാര് കരച്ചിലാണ്, പൈസ അടയ്ക്കാൻ മാർഗമില്ല, കൊച്ചിനെ പുറത്താക്കി എങ്ങനെയൊരു സാധനം. നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പഴത്തേക്ക് നമ്മുടെ കണ്ണ് നടന്നു നോക്കാൻ കരച്ചിൽ കണ്ടാൽ ഇത്ര നമ്മൾ എത്ര പഠിച്ചാലും നമ്മുടെ മനസ്സ് വളർന്നില്ലെങ്കിലും, നമ്മൾ ഏത് പൊസിഷനിൽ ഇരുന്നാലും നമ്മുടെ മനസ്സ് വളർന്നില്ലെങ്കിൽ ഒരു ഗുണമില്ല, ആർക്കും ഒരു ഗുണമില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വളരെ വ്യത്യസ്തരായിരിക്കണം, ഈ സൊസൈറ്റിക്ക് വേണ്ടി കൺസേൺ ഉള്ളവരായിരിക്കണം. വ്യത്യസ്തരായ ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോഴും തൊഴിലില്ലാതെ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന ഒരു സാഹചര്യം നമുക്ക് അറിയാം. സാമ്പത്തികമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൊഴിലില്ലാതെ വരുന്ന വിദ്യാർത്ഥികളും അല്ലെങ്കിൽ യുവജനങ്ങളും മറ്റു മേഖലകൾക്ക്, മറ്റു ചൂഷണങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത കുറ്റകൃത്യങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു സാഹചര്യം പോലും നമുക്കറിയാം. അതൊക്കെ അവർക്ക് സാമ്പത്തികം പെട്ടെന്ന് കയ്യിൽ വരാനും തൊഴിലില്ലാതെ വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളാണ്. അപ്പൊ അവിടെയാണ് സംസ്ഥാന സർക്കാർ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ്, നമുക്കറിയാം ടെക്നിക്കൽ ഹൈസ്കൂളിൽ അത് 8ാം തരം മുതൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിനുശേഷം പോളിടെക്നിക്കിലേക്ക് പോയി ആ തരത്തിലും ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ അവിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ BHSCയിൽ ഇപ്പോൾ 210ഓളം സംസ്ഥാനത്ത് 210ഓളം സെന്ററുകളാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന് നടപ്പാക്കുന്നത്. അതിൽ കായംകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തുള്ള BHSCയിലും സെന്റർ അനുവദിക്കുകയാണ്. അസിസ്റ്റന്റ് റോബോട്ടിക് ടെക്നീഷ്യൻ കോഴ്സ് അത് രണ്ട്, കാരണം നമുക്ക് പറഞ്ഞല്ലോ ഇവിടെ 50 കുട്ടികളാണ് ഉള്ളത്. കാരണം തീർച്ചയായിട്ടും കാരണം നമ്മുടെ കുട്ടികളെല്ലാം തന്നെ വിദേശത്തേക്ക്, കാരണം ജോലി പഠനത്തോടൊപ്പം ജോലിയും കൂടെ അന്വേഷിച്ചാണ് ഈ പറഞ്ഞ എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, കാരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഈ പറഞ്ഞ രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി പഠനത്തോടൊപ്പം തന്നെ ഒരു തൊഴിൽ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് നോക്കുന്നത്. അതിനുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് സ്റ്റാർസ് പദ്ധതി നടപ്പിലാക്കുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഔട്ട് ഓഫ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും ആദിവാസി മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്കും ഓപ്പൺ വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും കേന്ദ്രത്തിൽ പ്രവേശനം നേടാവുന്നതാണെന്ന് അധികൃതർ പറഞ്ഞു. ഒരു വർഷം ദൈർഘ്യമുള്ള NSOF ലെവൽ 3, ലെവൽ 4 കോഴ്സുകളാണ് ഇവിടെയുള്ളത്. അസിസ്റ്റന്റ് റോബോട്ടിക് ടെക്നീഷ്യൻ, വെബ് ഡെവലപ്പർ എന്നീ കോഴ്സുകൾക്ക് ആദ്യഘട്ടത്തിൽ 50 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം നൽകുക. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കൃഷ്ണപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു. തുടർന്ന് കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ J. ആദർശ്, വാർഡ് കൗൺസിലർ ബിനു അശോക്, PTA പ്രസിഡന്റ് രാജേന്ദ്രൻ N, ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് ഷിജു S, കായംകുളം BPC ബിന്ദുമോൾ, കൃഷ്ണപുരം കൊട്ടാരം മുൻ ചാർജ് ഓഫീസർ ഹരികുമാർ, VHSC അധ്യാപിക ഷീജാമോൾ, ICDS കോർഡിനേറ്റർ ആതിര, BRC സ്റ്റാഫ് സെക്രട്ടറി അനിൽ ബോസ്, BRC കോർഡിനേറ്റർ ഷാഹിദ എന്നിവർ സംസാരിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ റെജിമോൻ കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.